ഒരു 22 വയസ്സുള്ള BSc ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോവാണ്. ആ വില്ലേജിലെ എൻവയോൺമെൻ്റ് ഒക്കെ അവൾക്ക് എപ്പോഴും സ്ട്രേഞ്ച് ആയിരുന്നു. പക്ഷെ അവൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. കാരണം എപ്പോഴും വരുമ്പോൾ അവളുടെ കൂടെ പാരൻസ് കാണും. പക്ഷെ ഇന്ന് അവൾ വന്നേക്കുന്നത് ഒറ്റയ്ക്കാണ്. അവളുടെ അച്ഛൻ ആർമിയിലാണ്, അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിയ അവളുടെ ഗ്രാമത്തിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് ഇപ്പോൾ ഭയങ്കര ലൈഫ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. വില്ലേജ് കണ്ടാൽ തോന്നും ഇപ്പോൾ അവിടെ ആൾക്കാർ വരുന്നതേ നിർത്തിയെന്ന്. അവൾ വീടെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവളുടെ ആൻറ്റി മഞ്ഞച്ചോറും റൊട്ടിയും ബീൻസ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയ അവളുടെ ആൻറ്റീൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് ചോദിക്കും, ഇന്നെന്തെങ്കിലും സ്പെഷ്യലാണോ, സ്പെഷ്യൽ ഡേ ആണോ, എന്താ ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആൻറ്റിയും ചിരിച്ചുകൊണ്ട് പറയും, അങ്ങനെയൊന്നുമില്ല, നീ വരുന്ന കാരണം ഉണ്ടാക്കിയതാണ്. റിയ നല്ല വിശന്ന് ക്ഷീണിച്ച് വന്ന കാരണം അവൾ പെട്ടെന്ന് തന്നെ മഞ്ഞച്ചോറെടുത്ത് വായിൽ വയ്ക്കും. കറിയുടെ ടേസ്റ്റൊക്കെ നോർമലായിരുന്നു, പക്ഷേ ചോറിന് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ അവൾക്ക് തോന്നി. ആ ചോറിന് ഒരു പ്രത്യേക കയ്പും മണവും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ മഞ്ഞപ്പൊടി ചേർത്തുണ്ടാക്കിയ പോലെയല്ല ഇതെന്ന് അവൾക്ക് തോന്നി. ലൈക്ക് ഈ മഞ്ഞപ്പൊടി കരിഞ്ഞു പോയ പോലെയൊക്കെ അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റ്. പക്ഷേ റിയ അതിനെക്കുറിച്ച് അധികം ബോധേഡായില്ല. അവൾ വിചാരിച്ചു വില്ലേജിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ ഫുഡ് മുഴുവൻ കഴിക്കും. അങ്ങനെ അവൾ കിടന്നുറങ്ങാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ കാണുന്നത് അവളുടെ ആൻറ്റി ഈ പാത്രങ്ങളൊക്കെ വേപ്പിൽ വെച്ച് കഴുകുന്നു. വേപ്പിൽ വെച്ച് ഈ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അതൊന്നും കൂടെ നോർമൽ ഡിഷ് സോപ്പിട്ട് കഴുകിയെടുക്കുന്നു. പിന്നെ വീടിൻ്റെ ഓരോ കോർണറിലും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് റിയയ്ക്ക് കൺഫ്യൂഷൻ വരും. ആദ്യമേ സോപ്പിട്ട് കഴുകിയാൽ പോരെ, എന്തിനാണ് ഈ വേപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുമെങ്കിലും പിന്നെ അവൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ റൂമിലേക്ക് പോകും. അന്ന് രാത്രി റിയയ്ക്ക് ഉറക്കം വന്ന് അവൾ ഉറങ്ങി. പക്ഷെ ആ ഉറക്കം അവൾക്ക് പീസ്ഫുള്ളായ ഒരു ഉറക്കമായിരുന്നില്ല. പുതപ്പൊക്കെ പൊതിച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് തോന്നി അവളുടെ റൂം ഭയങ്കര കോൾഡാണ്. അവളുടെ റൂം ഭയങ്കര കോൾഡും സ്റ്റഫി ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. അവളുടെ റൂമിൽ അവളല്ലാതെ മറ്റാരോ കൂടി ശ്വാസം വലിക്കുന്നത് പോലെ. അവളുടെ കണ്ണുകൾ അടഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അവളുടെ മൈൻഡ് ഫുള്ളി അവേക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാത്രത്തിൻ്റെ ശബ്ദം കേൾക്കും. റിയ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു ലേഡി. ആ ലേഡിയുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ആ സ്ത്രീ അവളുടെ മുഖം ഒരു വെയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ അവളുടെ ബെഡിൻ്റെ കോർണറിൽ നിൽക്കുമായിരുന്നു. അവളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു, ആ പാത്രത്തിൽ മഞ്ഞച്ചോറ്. എന്നിട്ട് ആ സ്ത്രീ ഒന്ന് പതിയെ ബെൻഡ് ചെയ്യും, ആർക്കോ ഓഫറിങ് കൊടുക്കാൻ പോകുന്ന പോലെ. പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. എത്രത്തോളം മുഖം ആ ഷോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തുനിന്ന് കാണാവോ ആ ഭാഗം മുഴുവൻ പേടിപ്പെടുത്തുന്നതായിരുന്നു. റിയ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവളുടെ കൈയും കാലൊന്നും അനങ്ങുന്നില്ല. അവൾക്ക് സ്ലീപ്പ് പാരാലിസിസ് ആയതുപോലെയായിരുന്നു. അവൾക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ അനങ്ങാനോ ശബ്ദം ഉണ്ടാക്കാനോ കഴിയുന്നില്ല. ആ സ്ത്രീ ആ പാത്രം എടുത്ത് റിയയുടെ തലയിൽ വെക്കും. തലയിൽ വെച്ചിട്ട് പറയും, എൻ്റെ വഴിപാട് ആരാ കഴിച്ചത്? റിയ അപ്പോൾ തന്നെ അവളുടെ 2 കണ്ണും അടച്ചു വെച്ചിട്ട് അവളോട് തന്നെ പറയും, ഇത് സ്വപ്നമാണ്, ഇത് റിയലല്ല, സ്വപ്നമാണ്, റിയലല്ല, വിശ്വസിക്കരുത്, അങ്ങനെയൊക്കെ. ഇത് പറഞ്ഞു തന്നെ റിയ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അവൾക്ക് പോലും അറിയില്ല. പിന്നെ അവൾ കണ്ണു തുറക്കുന്നത് അവൾ തറയിൽ കിടന്നുകൊണ്ടാവും, തണുത്ത തറയിൽ. അവൾ അപ്പോൾ തന്നെ തറയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കുണ്ടായതൊക്കെ ആലോചിക്കും, ഇന്നലത്തെ സ്വപ്നം എത്ര ഭീകരമായിരുന്നു എന്നൊക്കെ. പിന്നെ അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ അവളുടെ വലത് കയ്യിൽ മഞ്ഞപ്പൊടിയുടെ കറ. അത് അവൾ എത്ര കഴുകിയിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. കളർ കണ്ടപ്പോൾ അവൾ വിചാരിച്ചു ഇന്നലെ അവൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ മഞ്ഞക്കറ അവളുടെ കയ്യിലായതാണെന്ന്. പക്ഷെ അവൾക്ക് മറ്റേ കാര്യം കൂടി ഓർമ്മയുണ്ടായിരുന്നു, അവളുടെ സ്വപ്നത്തിൽ മഞ്ഞച്ചോറ് കൊണ്ടുവന്ന ആ സ്ത്രീ. അവൾ അതെല്ലാം മറന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരിക്കും. അവൾക്ക് ഇന്നലെ കണ്ട സ്വപ്നം മറക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അവളുടെ മൈൻഡിൽ നിന്ന് അപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ചുകൊണ്ട് ആൻറ്റി അവളുടെ അടുത്ത് ചോദിക്കും, ഇന്നലെ രാത്രി നല്ലോണം ഉറങ്ങിയില്ലേ? അപ്പോൾ റിയയും പറയും, കുഴപ്പമില്ല, ഉറങ്ങി എന്ന്. അതിനുശേഷം റിയയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവൾക്ക് അവളുടെ ചിന്തയിൽ അവൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അവളുടെ ബോഡിയിലിരുന്ന് മറ്റാരോ ചിന്തിക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു തോന്നൽ. അവൾ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം, പക്ഷെ ചെയ്യുന്നത് മറ്റൊരു കാര്യമായിരിക്കും. പിന്നെയും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം, അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മഞ്ഞപ്പൊടിയുടെ കറ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവൾ എത്രത്തോളം ട്രൈ ചെയ്താലും ആ ഒരു കറ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല.
പിന്നെ എല്ലാ രാത്രിയും അവൾക്കൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ശബ്ദം കേട്ടു തുടങ്ങി. ആരോ മുരളുന്ന ശബ്ദം, പിന്നെ ഇടയ്ക്ക് പാത്രം തട്ടുന്ന ശബ്ദം, പിന്നെ പാദസരത്തിൻ്റെ ശബ്ദം. പിന്നെയും റിയയ്ക്ക് ഇതുപോലെ സ്ലീപ്പ് പാരാലിസിസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. സ്ലീപ്പ് പാരാലിസിസ് വരുമ്പോഴൊക്കെ അവൾ കാണുന്നത് ഒരു ബ്ലാക്ക് ഷാഡോ അവളുടെ അടുത്ത് നിൽക്കുന്നതാണ്. ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് കാരണം റിയ ഭയങ്കര ട്രബിൾഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൾ എല്ലാ രാത്രിയും ഡയറി എഴുതായിരുന്നു. അങ്ങനെ അവളുടെ ഡയറി എടുത്ത് നോക്കുമ്പോൾ അവൾക്കറിയാത്തൊരു ഭാഷയിൽ, ഒരു മൈഥിലി എന്ന് നെയിമുള്ളൊരു ഭാഷയിൽ അവൾ ഡയറി എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഷ റിയയ്ക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല, സംസാരിക്കാൻ പോലും അറിയില്ല. റിയ എപ്പോഴും മൂഡ് ഓഫ് ആയിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് കരയാൻ തുടങ്ങും. പിന്നെ അവൾ കണ്ണാടി നോക്കുമ്പോൾ അവളുടെ കണ്ണ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നും. ഏതോ ഒരു അറിയാത്ത സ്ഥലത്ത്, എവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെന്ന് പെട്ട പോലെ. റിയ ഇപ്പോൾ അവളുടെ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചയിൽ റിയയ്ക്ക് ഉണ്ടായിരുന്ന സ്വഭാവ മാറ്റങ്ങളൊക്കെ റിയയുടെ ആൻറ്റിയും അങ്കിളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളാകുമ്പോൾ ചെറിയ സ്വഭാവ മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നവർ വിചാരിച്ചെങ്കിലും ഭയങ്കര വലിയ വലിയ മാറ്റങ്ങളായിരുന്നു റിയയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് വെറും ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്ന് വിചാരിക്കാൻ അവർക്ക് തോന്നിയില്ല. റിയ ആണെങ്കിൽ ഇവരുടെ അടുത്തൊന്നും ഓപ്പണായിട്ട് പറയുന്നുമില്ല. അങ്ങനെ ഈ ആൻറ്റിയും അങ്കിളും റിയയുടെ മേലൊരു കണ്ണ് വയ്ക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഒരു രാത്രി ഭയങ്കര മഴ പെയ്യായിരിക്കും. അപ്പോൾ റിയ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് ഗേറ്റ് തുറക്കും. ഈ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ആൻറ്റിയും അങ്കിളും ഓടി വരും. അവർ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ റിയ ഇങ്ങോട്ടും നടന്നു പോവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി റിയാനെ ഫോളോ ചെയ്യും. അങ്ങനെ കുറച്ച് നേരം ഇവളെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി റിയ ഒരു ശ്മശാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്കിൾ പെട്ടെന്ന് ഓടി അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കൈ പിടിച്ച് വലിക്കും. അങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണ് തുറക്കും. അങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖഭാവം എങ്ങനെയായിരുന്നു വെച്ചാൽ അവൾ ഇപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ എന്ന പോലെയായിരുന്നു. അവൾ കണ്ണ് തുറന്ന് അങ്കിളിനെയും ആൻറ്റീനെയും ഇങ്ങനെ റൂട്ടിൽ കണ്ടപ്പോൾ അവൾ അവരോട് ചോദിക്കും, നമ്മളെന്താ പുറത്ത് ഇത്രയും മഴ പെയ്യുമ്പോൾ നമ്മളെന്താ ഈ മഴയത്ത് ഇറങ്ങി നിൽക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കും. അവൾ പറയുന്ന കേട്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഷോക്കാവും. എന്നിട്ട് റിയനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ റൂമിൽ കിടത്തി ഉറക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്കിളും ആൻറ്റിയും കൂടി റിയയുടെ അടുത്ത് സംസാരിക്കും. റിയ അല്ലെങ്കിൽ അവൾക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഓൾറെഡി അപ്സെറ്റ് ആയിരുന്നു. അവൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിൽ വെച്ച് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി അവൾ എല്ലാ കാര്യവും അവളുടെ അങ്കിൾ ആൻറ്റിയുടെ അടുത്ത് ഷെയർ ചെയ്യും. റിയയുടെ കഥയെല്ലാം കേട്ട ശേഷം ആൻറ്റി അപ്പം തന്നെ നാട്ടിലെ സ്വാമീനെ വിളിക്കും. പണ്ഡിതൻ വീട്ടിൽ വന്നിട്ട് പറയും, ഇവൾ മഞ്ഞച്ചോറ് കഴിച്ചോ എന്ന്. ആത്മാവിന് വേണ്ടി ഓഫറിങ് വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞച്ചോറാണ് റിയ എടുത്ത് കഴിച്ചത് എന്ന്. അതുകൊണ്ട് ഈ ആത്മാവ് റിയയുടെ ബോഡിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ ഇതാണ്. ഒരു പുസ്തകത്തിൽ എഴുതാത്ത മധോപൂർ എന്ന ഗ്രാമം. ആ വില്ലേജ് സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് വയസ്സായവർ പറഞ്ഞു കൊടുക്കുന്ന അറിവിലൂടെയും ചെറിയ ചെറിയ റിച്വൽസിലൂടെയൊക്കെയാണ്. റിച്വൽസ് ഒക്കെ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മരിച്ചുപോയ ആത്മാവിന് ശാന്തി കിട്ടാതിരിക്കുമ്പോൾ മാത്രം. അങ്ങനെ ഒരിക്കൽ ഒരു അമ്മയുടെ ആത്മാവ് ഒട്ടും സമാധാനമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ആ ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങളെ വിട്ട് മരിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് ശാന്തി കിട്ടാറില്ല. അങ്ങനെ ശാന്തി കിട്ടാത്തതുകൊണ്ട് ഇവരുടെ ആത്മാവ് ഒരു ലൂപ്പിൽ തന്നെ നിൽക്കും. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞച്ചോറ് ഉണ്ടാക്കുന്നത്. മഞ്ഞളിലും നെയ്യിലും വറുത്തെടുത്ത ചോറ്, ഉപ്പോ എരിവോ ഒന്നും ഇടാതെ ഉണ്ടാക്കുന്ന ആ ഒരു ചോറ്. ആ ചോറ് ഈവനിങ് ആകുമ്പോൾ ശ്മശാനത്തിലോ അതോ അബാൻഡൻഡ് ആയിട്ടുള്ള സ്ഥലത്തോ കൊണ്ട് വെക്കുകയാണെങ്കിൽ മാത്രം ആ ചോറിൻ്റെ മേലുള്ള റൈറ്റ്സ് ഈ ആത്മാക്കൾക്ക് കിട്ടുള്ളൂ. അറിയാതെ പോലും ഒരു മനുഷ്യൻ ആ ചോറിൽ വന്ന് തൊടുകയാണെങ്കിൽ ആ ആത്മാവ് ആ മനുഷ്യൻ്റെ പുറകെ കൂടും. പണ്ഡിതൻ പറയും, ഈ ഒരു ആത്മാവ് രാത്യാബായ് എന്ന് പറയുന്ന സ്ത്രീയുടെ ആത്മാവാണെന്ന്. രാത്യാബായ് എന്ന് പേര് കേൾക്കുമ്പോൾ റിയയുടെ ആൻറ്റി ഒന്ന് ഞെട്ടും. രാത്യാബായ് ഒരു മെലിഞ്ഞ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഒരു 40 വർഷം മുന്നാണ് സംഭവം. ആ സ്ത്രീയുടെ ഭർത്താവ് എല്ലാ രാത്രിയും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരാറ്. കുടിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇയാൾ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ആ പ്രശ്നത്തിനിടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്ന മണ്ണെണ്ണ വീടിനകത്ത് മറിഞ്ഞു വീഴും. വീടിന് തീ പിടിച്ചപ്പോൾ രാത്യാബായും അവളുടെ 2 വയസ്സുള്ള കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിൽ. വീട് മുഴുവൻ തീ പിടിച്ചു. രാത്യാബായ് അകത്ത് നിന്ന് ആരെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞാലറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട് മുഴുവൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും അകത്ത് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയപ്പെടുന്നത് രാത്യാബായ് മരിച്ച ആ ദിവസം, ആ ഡേറ്റിൻ്റെ അന്ന് ആ നാട്ടിലുള്ള എല്ലാവരും ഈ ഒരു മഞ്ഞച്ചോറുണ്ടാക്കി ശ്മശാനത്ത് കൊണ്ടുവയ്ക്കും. ആ ചോറ് രാത്യാബായിക്ക് മാത്രം വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഈ ഒരു ഡേറ്റ് വന്നപ്പോൾ അവളുടെ ആൻറ്റിയും അങ്കിളും
ഈ ഒരു മഞ്ഞച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അന്ന് ഈ ആൻറ്റിയും അങ്കിളും കൂടി അവരുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന സെർവൻ്റിൻ്റെ അടുത്ത് ഈ ചോറ് ശ്മശാനത്തിൽ കൊണ്ടുവയ്ക്കാൻ ഏൽപ്പിച്ചായിരുന്നു. എന്തായാലും വൈകുന്നേരം ആവുമ്പോഴല്ലേ പോകേണ്ടത് എന്ന് വിചാരിച്ച് ആ ജോലിക്കാരൻ ആ ഫുഡ് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കും. അങ്ങനെ ഇവർക്ക് ഫുഡ് വിളമ്പാൻ വേണ്ടി ആൻറ്റി ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഈ ഒരു ചോറ് ഇരിക്കുന്നത് കാണും. അപ്പോൾ ആൻറ്റി വിചാരിക്കും മറ്റേ ഫുഡ് ജോലിക്കാരൻ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയെന്നും ഈ മഞ്ഞച്ചോറ് അയാൾ റിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കുമെന്നും ഈ ആൻറ്റി വിചാരിക്കും. കാരണം റിയയ്ക്ക് പണ്ട് തൊട്ടേ മഞ്ഞച്ചോറ് ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ആ ആത്മാവ് റിയയുടെ കൂടെ കൂടിയത്. പിറ്റേ ദിവസം റിയയുടെ കൈ മഞ്ഞ കളർ ഇരിക്കുന്നത് കണ്ടപ്പോഴും ആൻറ്റിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റി വിചാരിക്കും കുറച്ച് എക്സ്ട്രാ മഞ്ഞപ്പൊടി ഇട്ടതായിരിക്കാം, ജോലിക്കാരനോട് പറയണം അടുത്ത തവണ കുറച്ച് മഞ്ഞപ്പൊടി കുറയ്ക്കാൻ എന്നൊക്കെയാണ് ആൻറ്റി വിചാരിക്കുക. പണ്ഡിതൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരൻ പറയും, ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ ആരെങ്കിലും പോകുന്ന വഴിക്ക് കൊണ്ടുപോയതായിരിക്കുമെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാനൊന്നും പോയില്ല, ഞാൻ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് വിട്ടു എന്നും പറയും. അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടി. രത്യാബായിക്ക് ഉണ്ടാക്കിയ ഭക്ഷണമാണ് റിയ എടുത്ത് കഴിച്ചിട്ടുള്ളത്. പണ്ഡിതനപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറയും, രത്യാബായിക്ക് ഇപ്പോൾ അവളുടെ ബോഡിയിൽ അവകാശം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അവളെ ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നും. 3 ദിവസത്തിന് ശേഷം ഗ്രാമത്തിലെ കടവിനടുത്ത് വെച്ച് പൂജ നടത്താൻ തീരുമാനിച്ചു. പൂജ ദിവസം എത്തി. പണ്ഡിതൻ ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ഡിതൻ്റെ മുന്നിൽ മഞ്ഞച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് റിയ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. പൂജ തുടങ്ങി. പണ്ഡിതൻ ഓരോ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കെ റിയ പെട്ടെന്ന് അവളുടെ ബോഡി വിറച്ചിട്ട് അവളുടെ കണ്ണ് തുറന്നു. ആ കണ്ണ് റിയയുടെ അല്ലായിരുന്നു. ആ കണ്ണിൽ കൃഷ്ണമണിയില്ലായിരുന്നു. ആ കണ്ണ് മുഴുവൻ വെള്ള നിറത്തിലായിരുന്നു. പിന്നെ റിയയുടെ ബോഡിയിൽ നിന്ന് ഒരു ശബ്ദം വന്നു, നീ എൻ്റെ മകനെ കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? റിയ അവളെ പിടിച്ചു വെച്ചിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പിടിപിടിപ്പിച്ചു. എന്നിട്ട് പണ്ഡിതനെ നോക്കി ചോദിച്ചു, എൻ്റെ മോനെവിടെ? അയാൾ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി. എന്നിട്ട് അവൾക്ക് കൊണ്ടുവന്ന മഞ്ഞച്ചോറിൽ തീയിട്ടു. അത് കണ്ടപ്പോൾ അവൾക്ക് നല്ല പോലെ ദേഷ്യം വന്നു. റിയ വളരെ ഉച്ചത്തിൽ വളരെ ദേഷ്യത്തിൽ അലറി, നിങ്ങളെൻ്റെ നൈവേദ്യം കത്തിച്ചു കളഞ്ഞു, നിങ്ങളെൻ്റെ മകനെ കൊന്നു, നിങ്ങൾ കൊലപാതകികളാണ്, നിങ്ങളെൻ്റെ മകനെ കൊന്നു. അവളുടെ ആ ശബ്ദം കേട്ടപ്പോൾ 2 പേർ അവളുടെ ബോഡിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നി. ഗ്രാമവാസികൾ ഭയന്ന് പിന്നോട്ട് മാറി. ഒരുപാട് അലറിയതിന് ശേഷം റിയ തളർന്ന് താഴെ വീണു. റിയ ഒരു ഉറക്കത്തിലേക്ക് പോയതുപോലെയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം റിയ ഉണർന്നപ്പോൾ അവൾ കാണുന്നത് ഗ്രാമത്തിലെ സ്ത്രീകൾ അവളുടെ ബോഡിയിൽ മഞ്ഞൾ തേച്ച് വേപ്പില കൊണ്ട് ഉറച്ച് കഴുകുന്നതാണ്. റിയയ്ക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. അവളുടെ ആൻറ്റിയാണ് അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം ഒരു ഹോമം നടത്തി. അതിനുശേഷം മാത്രമാണ് റിയയുടെ കയ്യിലെ മഞ്ഞക്കറ പോയത്. അതിനുശേഷം റിയയ്ക്ക് പേടി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. റിയ ഇപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഈ ഒരു അനുഭവം ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ റിയ സേഫാണ്.